തുമ്പം പഞ്ചായത്ത് 13-ാം വാർഡ് ആനാട്ടൻകുഴിയിലെ വെള്ളമാണിത്. ഇതാണ് ആനാട്ടൻകുഴി എന്നുള്ളൊരു കൈത്തോടാണിത്. ഇത് കട്ടുക്കുളം 1-ാം വാർഡിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ കാലത്ത് ചെറിയ കൈത്തോടിന് താഴ്ച കൂട്ടിയതിന് പ്രകാരം ഇതിൻ്റെ സൈഡിൽ താമസിക്കുന്ന എല്ലാവരുടെയും മതിലുകൾ ഇടിഞ്ഞ് താന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് 2 അടി 3 അടി താഴ്ചയിലാണ് വന്ന് മണ്ണെടുത്ത് ഒഴി അപ്പുറത്തെ സൈഡിൽ ഇട്ടത്. അപ്പം മതിലിൻ്റെ അടിഭാഗം വരെയും മൊത്തം ഇളകി കിടക്കുകയായിരുന്നു. മൊത്തം ഇടിഞ്ഞ് താന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് വെള്ളം ഒഴുകാൻ വേണ്ടി താഴ്ച കൂട്ടിയതാണ്. JCB ഇറക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൈ കൊണ്ട് സൈഡ് കൊണ്ട് ഇളകി പോയതാണ് ഇത് മൊത്തം. സൈഡെല്ലാം ഇടിഞ്ഞ് കിടക്കുവാണ്. ഇതിലെ കരയ്ക്ക് താമസിക്കുന്ന ഉടയന്മാർ, ഉടമസ്ഥർ ചാക്കിൽ മണ്ണ് നിറച്ച് സൈഡ് അടുക്കി വെക്കാൻ പോവുകയാണ്. ഇത് കണ്ടോ, ചാക്കിൽ മണ്ണ് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അരിച്ചാക്ക് മണ്ണ് വീതം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. മണ്ണ് കെട്ടി വെള്ളം വരുമ്പോൾ ഇടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി, കെട്ടിടങ്ങൾക്ക് ജലക്ഷയം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അടുക്കി വെക്കാൻ പോവുകയാണ്. ഈ തോടിനെ താഴ്ച കൂട്ടിയതിൽ പിന്നാണ് ഇത്രയും മതിലുകൾ ഇടിഞ്ഞു പോകാനുള്ള കാരണം. ഇവിടുന്ന് അങ്ങേ അറ്റം വരെ ഇടിഞ്ഞ് കിടക്കുക. ഏതാണ്ട് ഒരു 5 സെൻറ്റ് താമസിക്കുന്ന ഒരു ഉടയന് 1.5 ലക്ഷം രൂപയോളം ചിലവാകും ഒരു മതിൽ കെട്ടി കയറി വരണമെങ്കിൽ. ഉണ്ടോ, അതിൻ്റെ അടിയിലൊക്കെ ഇടിഞ്ഞ് പോയി കിടക്കുക. തുമ്പം പഞ്ചായത്ത് 13-ാം വാർഡിൽ ആനാട്ടൻകുഴിയുടെ സൈഡിലുള്ള ഇതാണ്. മണ്ണാട് ജംഗ്ഷൻ അടുത്തായിട്ടോ. കഴിഞ്ഞ കാലത്ത് തോടിന് വീതി കൂട്ടുകയും തോടിന് താഴ്ച കൂട്ടുകയും ചെയ്തതിൽ പിന്നാണ് ഇതിൻ്റെ സൈഡുകളിൽ താമസിക്കുന്നവരുടെ മതിലുകൾ മൊത്തം ഇടിഞ്ഞു താന്നത്. മതിലിനേക്കാളിലും താഴ്ചയാണ് കുഴിയെടുത്തിരിക്കുന്നത്. ചാക്ക് മണ്ണ് നിറച്ച് സ്റ്റോക്ക് ചെയ്തു. ഇനിയും ഇവിടെ അടുക്കി വെക്കാൻ പോവാണ്. ഇടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ചാക്കേ മണ്ണ് നിറച്ചിരിക്കുകയാണ് സൈഡിൽ അടുക്കി വെക്കാൻ വേണ്ടി. രാവിലെ ഞാൻ അവനെ വിളിച്ചു പറഞ്ഞു, ഫാമിലി ഒന്ന് വന്ന് അങ്ങനെ ഇടിഞ്ഞ ഭാഗം ചാക്കേ മണ്ണ് നിറച്ച അടുക്കി വെച്ചിരിക്കുക. ഈ ഫേസ്ബുക്കിൽ